ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു, മിഠായി ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ പൊതുവേ ചോക്ലേറ്റ്സ് അധികം എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് അങ്ങനെ കൂടുതലായിട്ടും ചോക്ലേറ്റ്സ് കൊടുക്കാറില്ല. അച്ഛൻ വരുമ്പോഴാണ് കൂടുതലായിട്ടും ചോക്ലേറ്റ്സ് കൊണ്ടുവരാറ്. പിന്നെ അന്ന് എന്താ ചെറിയൊരു കോപ്പിക്ക് എന്താ കൊടുത്തു വിട്ടിട്ടുണ്ട്, അന്ന് ഞാൻ പിന്നെ കാണിക്കാൻ മറന്നുപോയി. എന്താ വെച്ചാൽ ചോക്ലേറ്റ് ആയതുകൊണ്ട് വേഗം തന്നെ അത് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യും. ചിലപ്പം ഇതായാലും ഈ ഒരു വീഡിയോ ആയാലും എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാനൊരു വീഡിയോ കാണിക്കുന്നത്. എന്നും കാണിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ വിട്ടുപോകും. അപ്പോൾ ഇന്ന് വേഗം തന്നെ. അപ്പോൾ ഇനി കല്യാണം ഒക്കെ ആവാറായി, അനിയത്തിയുടെ കല്യാണം ആവാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛൻ കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഷിപ്പിലാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു പെട്ടിയിലാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിന് തന്നെ കിഡ്സിന്, കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു വലിയൊരു റിമോട്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബോക്സിലൊക്കെ ആക്കി വെച്ച് സെറ്റപ്പ് ആക്കിയതാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ കളി കഴിഞ്ഞാൽ അവരോട് തന്നെ പറയും അതിലൊക്കെ ആക്കി കറക്റ്റായിട്ട് വെക്കാൻ. അപ്പോൾ ഇത് ആണ് അവന് കൊണ്ടുവന്നത്. പിന്നെ അവന് കുറച്ച് ടീഷർട്ട്സും പിന്നെന്താ ഷൂ. ഈ പ്രാവശ്യം ഷൂ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ടീഷർട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു കാപ്പറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാപ്പറ്റ്സ് ആണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും കാപ്പറ്റ്സ് ഒക്കെ കൂടുതൽ കൊടുത്തു വിട്ടത്. പിന്നെ സ്ഥിരമായി കൊടുത്തു വിടുന്ന ഒരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്നു, സ്ഥിരമായി കൊടുത്തു വിടുന്ന ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ്. അപ്പോൾ ഒരു 2 ടൈപ്പ് ബെഡ്ഷീറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു കളറായാലും നല്ലൊരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ വൈറ്റ്, മോസ്റ്റ്ലി വൈറ്റാണ് കൊടുത്തു വിടാറ്. അപ്പോൾ ഈ ഒരു 2 ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട്, ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട്. കണ്ടോ, മൈക്രോ ഫൈബറിൻ്റെ നല്ല പൊടിയൊക്കെ അടിപൊളിയായിട്ട് പോകും. നമുക്കിത് ലെങ്ത്തായിട്ട് നന്നായിട്ട് അത്യാവശ്യം ലെങ്ത്തായിട്ട് വലിയൊരു വടി സ്റ്റിക്കും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് കൂടി ഇല്ല. അപ്പോൾ അച്ഛൻ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ വന്നിട്ട് അങ്ങനെ തുറക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു അടിപൊളി ബാഗ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നല്ലൊരു ബാഗാണ് കേട്ടോ. ഉള്ളിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ ഒരു സിബ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാഗാണ് ഈ ഒരു ബാഗ്. ഇത് അമ്മയ്ക്ക് വേണ്ടി കൊടുത്തു വിട്ടാണ്. പിന്നെ ഒരു ഫ്ലാസ്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഫ്ലാസ്ക് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ അല്ല, അപ്പോൾ ഫ്ലാസ്ക് ഒരെണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ തന്നെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് അച്ഛൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത മാസം വരികയല്ലേ, അപ്പോൾ ചെരുപ്പ് ഒരു പെയർ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് 2-3 ടീഷർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു ടീഷർട്ട്, നെക്സ്റ്റ് ഒരു ടീഷർട്ട്, ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു ടീഷർട്ട്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഈ 3 കളേഴ്സും നല്ല കളേഴ്സാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡുള്ള ഇത് ഹസ്ബൻഡിനാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോന് കൊടുത്തു വിട്ടിട്ടുണ്ട്. മോനും മോൾക്കും വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്ടുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കളറ്, അതുപോലെ തന്നെ ഇത് മോൾക്ക് വേണ്ടിയിട്ടുണ്ട്. പിങ്ക്, ഈ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കേട്ടോ ഗേളി ടൈപ്പ് പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു പിങ്ക് കളറ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഓറഞ്ച്, പിന്നെ ഇതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടീഷർട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് മോന്. പിന്നെന്താണ്, പിന്നെ നമ്മളെപ്പോഴും സോപ്പ് കൊടുത്തിട്ടിട്ടുണ്ട്, യാഡ്ലിയുടെ സോപ്പ്. പിന്നെ ഈ ഒരു സിസേഴ്സ് കൊടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന വൈപ്പർ, അതുപോലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. അവളെപ്പോഴും ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബാഗ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷേവിങ് സെറ്റ്, നമ്മുടെ റേസർ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മോസ്റ്റ്ലി ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ക്ലീനിങ് ചെയ്യാനുള്ളതാണ്, വൈപ്പർ. അതുപോലെ തന്നെ പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ഐസ്ക്രീം സ്കൂപ്പർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ കുറച്ച് ജസ്റ്റ് ഇങ്ങനത്തെ നമ്മുടെ കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ. പിന്നെ കുറച്ച് സ്പൂണും
സ്പൂണുകൾ കൊടുത്തുവിട്ടിട്ടുണ്ട്, ഒരു പെയർ സ്പൂണ് കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെമൺ പിഴിയണമെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുട്ടയൊക്കെ അടിക്കില്ലേ, ബീറ്റർ ജസ്റ്റ് ഇങ്ങനെ അടിക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കത്തി കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടും ഈ ഒരു കിച്ചൺ കാര്യങ്ങൾ കൊടുത്തുവിട്ടിട്ടുള്ളത്. പിന്നെ ഒരു ടോർച്ച്, ചെറിയൊരു ടോർച്ച് കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ ബദാം കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെർഫ്യൂംസ് ആണ്. ഈ ഒരു പെർഫ്യൂം, പിന്നെ ഈ ഒരു പെർഫ്യൂം, പിന്നെ ഈ ഒരു പെർഫ്യൂം. ഇത് മൂന്നും ഇതിൻ്റെ പേരും ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 3 പെർഫ്യൂംസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഇനി സെറ്റേഴ്സ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സെറ്റേഴ്സാണ്, സ്വിറ്ററാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കുഡി പോലെയുള്ള ടൈപ്പാണ്. ഇത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ മോന് ഈ ഒരു ഷെയ്ഡാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഇത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് കൊടുത്തുവിട്ടുള്ളത് സ്വെറ്റർ ഈ ഒരു ടൈപ്പ് സ്വെറ്ററാണ്. ഹുഡി ടൈപ്പ് തന്നെ നല്ല രസമുള്ള ഒരു സ്വെറ്റർ തന്നെയാണ്. കുറച്ച് ഹുഡി ടൈപ്പ് ഉള്ളതാണ്. ഇത് നല്ലൊരു കളറാണ്. പിന്നെ എനിക്ക് കൊടുത്തുവിട്ടത് ഷൂ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒരു തവണ ഇട്ടു കേട്ടോ. അതാണ് ഈ ഒരു കോലായിട്ടിരിക്കുന്നത്. ഷൂ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്ത് ചിലവായി പോയി. എന്നുവെച്ചാൽ ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം. ഇനി അച്ഛൻ വരുമ്പോഴായിരിക്കും ചോക്ലേറ്റ്സ് മെയിനായിട്ടും കൊണ്ടുവരാം. എന്നുവെച്ചാൽ കുട്ടികൾ എന്തായാലും ചോക്ലേറ്റ്സ് വേണമെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന ടൈമിൽ കൊണ്ടുവന്നാൽ മതിയെന്ന്. പിന്നെ ഈ ഒരു ഒട്ടിക്കുന്ന സാധനം ഇല്ലേ, നമുക്ക് സിൽവർ ടൈപ്പ്, ഇതെന്താണ് സംഭവം, അൽഫ ടേപ്സ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചുറ്റുന്നത്. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ വൈറ്റും ബ്രൗണും അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്തത്. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇനി യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച്. പിന്നെ എന്താണ് കൊണ്ടുവന്നിരുന്നത്, പിന്നെ അമ്മയ്ക്ക് എന്തോ വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ഞാൻ തോന്നുന്നു, ചെരുപ്പ് അമ്മ പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ അനിയത്തിക്ക് ഒരു സ്വെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല. അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് വേണം വീടിൻ്റെ അകത്തിരുന്ന വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ തപ്പി പിടിച്ച് ഒരു പെട്ടിയിലിട്ട് അങ്ങനെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ അച്ഛൻ വരുമല്ലോ. അപ്പോൾ അച്ഛന് കുറച്ച് ടീഷർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്നും കാണിച്ചില്ല. പിന്നെ അത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. പിന്നെ പിസ്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പിസ്ത, ബദാം, ക്യാഷും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു 2 സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിസ്തയൊക്കെ ഞങ്ങൾ തീറ്റ കഴിഞ്ഞു. പിന്നെന്താണ്, പിന്നെ അച്ചമ്മയ്ക്ക് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചമ്മയ്ക്ക് കൊടുത്തിട്ടത് നല്ല കോമഡിയാണ്. അച്ചമ്മയ്ക്ക് വീട്ടിലിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു ഞാൻ എങ്ങനെ ഇതിട്ട് നടക്കാനാണ്. അപ്പോൾ വീട്ടിൽ ജസ്റ്റ് അകത്ത് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് 2 ചാനൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോൾ യൂസ് ചെയ്ത് പുറത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു റെഡ് കളറ്. അപ്പോൾ ഇത് അച്ചമ്മയ്ക്ക് യൂസ് ചെയ്യാനുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗൾഫ് പെട്ടി തുറക്കണ കാണാൻ വളരെ ഒരു ഇഷ്ടമാണല്ലോ. എനിക്ക് പൊതുവേ പെട്ടിയൊക്കെ തുറക്കണ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്